ഈ റീല് നീ വേണമെങ്കിൽ കണ്ടോ, ഇല്ലെങ്കിൽ പൊക്കോ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ് ഇത്. എന്തെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലൊരു വീടുണ്ടാക്കിയെടുക്കാൻ പറ്റി പറയുന്ന ഒരു വീഡിയോ ആണ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലൊരു വീടുണ്ടാക്കാൻ വേണ്ടി ഒരു മനുഷ്യന് എങ്ങനെ, ശരിക്കും കേട്ടോ, ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ വെച്ച് പാരായണം ചെയ്താൽ അവൻക്ക് സ്വർഗത്തിലൊരു വീടുണ്ടാക്കി കൊടുത്തു. വീടുണ്ടാക്കി കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്തൊരവസ്ഥയാണിത്. സ്വർഗത്തിൽ കിട്ടിയ വേറെ എന്തെങ്കിലും നമുക്ക് വേണോ? ദുനിയാവിൽ കിട്ടിയ മരിക്കുന്നത് വരെ ഉണ്ടാകും. അല്ല ഉസ്താദി, ഒരു ഡൗട്ട്. ഈ സ്വർഗത്തിൽ കിട്ടിയ മരിക്കുന്നത് വരെയും ഉണ്ടാകുമെന്ന് പറയാൻ ആക്ച്വലി മരിച്ചിട്ടല്ലേ അങ്ങോട്ട് പോകുന്നത്? വീണ്ടും അവിടെ ചെന്നിട്ട് മരിക്കാറുണ്ടോ? അത് മനസ്സിലായിട്ടില്ല. അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ബാക്കിയോടെ കേൾക്കാം. അൽഹംദുലില്ലാ, നല്ലൊരു അറിവ് കിട്ടിയത് കൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഒരു 10 പേർക്കെങ്കിലും ചുരുങ്ങിയത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും പാരായണം ചെയ്തതിൽ അതിന്റെ പ്രതിഫലം നിനക്കും കിട്ടും, എനക്കും കിട്ടും. ഇൻഷാ അല്ലാഹ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഈ സൂറത്തിന്റെ കണക്ക് എങ്ങനെ പറഞ്ഞാല് 100 വട്ടം മോദിയാൽ 10 വീട് കിട്ടും. 10ന് ഒരു വീട്. മനസ്സിലായല്ലോ? ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ വീഡിയോ കണ്ട് അടുത്ത വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു വീടെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എന്താ ഉസ്താദെ പറയുന്നതൊക്കെ. എനിവേ, എന്തായാലും 100 വീട് കിട്ടിയ സ്ഥിതിക്ക് 100 വീട് നമ്മൾ എന്തായാലും താമസിക്കാൻ പോകുന്നില്ലല്ലോ. ഒരു വീട്ടിൽ താമസിച്ചിട്ട് ഞാൻ ആലോചിക്കുന്ന ബാക്കിയുള്ള 99 വീട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം. അപ്പോൾ വാടകയ്ക്ക് കൊടുത്താൽ ഒരു വീടിന് 3000 രൂപ വെച്ച് കിട്ടിയാൽ പോലും 2,97,000 രൂപ എങ്ങനെ പ്രോഫിറ്റ് അല്ലേ, ലാഭമല്ലേ? കാരണം നമുക്ക് വാടകയ്ക്ക് കൊടുത്താൽ കിട്ടും. അല്ലാതെ ഇപ്പം ഒരാൾ എന്തായാലും 100 വീട്ടിൽ താമസിക്കാനൊന്നും പോകുന്നില്ലല്ലോ. കുറച്ചൊക്കെ ചെറിയ രീതിയിൽ തള്ളാൻ ശ്രമിക്കും ഉസ്താദെ. ഓരോ ആളുകളും ഓരോ മതഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ആ മതഗ്രന്ഥങ്ങളിലെ ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ പ്യൂരിറ്റി ഉണ്ട്, വാല്യൂ ഉണ്ട്. പക്ഷേ ഇതിനെയൊക്കെ നശിപ്പിക്കുന്ന ഇതുപോലുള്ള വ്യക്തികൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് ഓരോ തള്ളുകൾ പറഞ്ഞ് തകർക്കുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന അതിൻ്റെ പ്യൂരിറ്റിയും വാല്യൂമാണ്. അതായത് ഇദ്ദേഹം തന്നെ ഇവിടെ ഇപ്പോൾ പറയുന്നുണ്ട്, ഇന്നത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ 50 വീട് കിട്ടും, 100 വീട് കിട്ടും എന്ന് പറയുന്നതിന് പകരം ഇന്ന സൂക്തം പറയുകയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ നമ്മുടെ മരണശേഷം നമ്മുടെ സ്വർഗത്തിലേക്കുള്ള യാത്ര സുഗമമാവുമെന്നോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ പടച്ചോൻ പോർക്കുമെന്നോ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിശ്വസനീയമാണ്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഡൈജസ്റ്റീവ് ആണ്. പക്ഷെ ഇതുപോലുള്ള വാക്കുകൾ കുറച്ച് ഓവർ തള്ളായിട്ട് മാത്രമേ, അതായത് സ്വർഗത്തിൽ ചെന്ന് 50-100 വീട് കിട്ടിയിട്ട് എന്താണ് കാര്യമെന്ന് നിങ്ങളും കൂടെ ഒന്ന് ചിന്തിക്കുക.